ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റാഫേൽ വരാനെ കുറിച്ചിട്ടാണ്. 31 വയസ്സ് മാത്രമേ ചെങ്ങായിക്ക് പ്രായമുള്ളൂ. പക്ഷേ ഫുട്ബോളിനോട് വിട പറയാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. 31ാമത്തെ വയസ്സിൽ ബൂട്ട് അഴിച്ചു വെച്ചിരിക്കുകയാണ് റാഫേൽ വരാൻ. അപ്പോൾ ഇത് സാഡ് ന്യൂസാണ്. പക്ഷേ ഭീകരമായിട്ടുള്ളൊരു ഷോക്കിംഗ് ന്യൂസാണ് ഇത് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റാഫേൽ വരാനെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടറിയാം അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ അദ്ദേഹത്തിൻ്റെ ബോഡി അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ റീസെൻ്റായിട്ട് പറ്റിയിട്ടുള്ള ആ ഒരു നീ ഇഞ്ചുറിയോട് കൂടിയിട്ട് അദ്ദേഹം തീരുമാനമെടുത്തു, ഇനിയൊരു റീഹാബ് പരിപാടിയിലൂടെ പോയിക്കൊണ്ട് ഇനിയൊരു ഉയർത്തിയെഴുന്നേൽപ്പ് നടപടിയാകുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളൊരു തീരുമാനം അദ്ദേഹം എടുക്കുന്നു. അങ്ങനെ വിരമിക്കാനുള്ള തീരുമാനത്താണ്. അതായത് ഇഞ്ചുറി മറ്റൊരു കിഡിലം ഫുട്ബോളറിൻ്റെ കരിയർ കൂടി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. വിഷമമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ചങ്ങായിയുടെ കോൺട്രാക്റ്റ് തീർന്നിട്ടുള്ള സാഹചര്യത്തിൽ ഫ്രീ ഏജൻ്റായിട്ട് ഇറ്റലിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കോമോ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് കളിക്കാനായിട്ട്. സെസ്ക് ഫാബ്രിഗാസാണ് കോച്ചായിട്ടുള്ളത്. അപ്പോൾ എന്താണ് കളിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ അവിടെ ആകെ 23 മിനിറ്റ് മാത്രമേ ഇതിന് കളിക്കാൻ സാധിച്ചുള്ളൂ. കോപ്പ ഇറ്റാലിയ മത്സരത്തിൽ കോമോയുടെ കുപ്പായത്തിൽ സാംപ്ഡോറിയക്കെതിരെ 23 മിനിറ്റ് കഴിയുന്ന സാഹചര്യത്തിൽ അതിന് ഇഞ്ചുറി പറ്റുകയാണ്, നീ ഇഞ്ചുറി പറ്റുകയാണ്. അപ്പോൾ എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. റാഫേൽ വരാനെക്കുറിച്ച് പറയുമ്പോൾ 2018 വേൾഡ് കപ്പ് വിന്നറാണ്. അനവധി കിരീടങ്ങൾ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ നേടിയെടുത്തുള്ള ഒരു ചങ്ങായിയാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള തരത്തിലൊരു പ്ലെയറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ദിദിർ ദശോംസ് തന്നെ വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ചിട്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഒരു ഫ്രാൻസിൻ്റെ കുപ്പായം ധരിച്ചുകൊണ്ട് ബിഗ് മത്സരങ്ങളിൽ കളിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം, ആ ഒരു ഹെവി ആയിട്ടുള്ള കുപ്പായം അദ്ദേഹത്തിന് ധരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പെപ്പയൊക്കെ അദ്ദേഹം ടീമിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനം ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജോസെ മൊറീനോയുടെ കീഴിലൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു പ്ലെയറായിരുന്നു റാഫേൽ വരാന്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പോൾ അവസാനത്തെ ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലുണ്ടല്ലോ ചങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ആ ഒരു എക്സ്ട്രാ ടൈമിൽ അർജൻറ്റീന ലീഡ് എടുത്തുള്ള സാഹചര്യത്തിൽ ഒരു ക്ലിയറൻസ് ചങ്ങായി നടത്തിയിട്ട് അങ്ങോട്ട് വീണുപോയി. അതായത് എല്ലാം കൊടുത്തിട്ട് എന്താ പറയുക, ആ വീണു പോകുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നല്ലോ, കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചങ്ങായി. അങ്ങനെ പിന്നെ അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിൻ്റെ ഓൾഡ് ട്രാഫോർഡിലെ അവസാനത്തെ മത്സരം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും സ്റ്റേഡിയത്തിൽ നിന്ന് പോയിട്ടുള്ള ആ ഒരു അവസരത്തിൽ ആ ഗ്രൗണ്ടിൽ റാഫേൽ വരാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നിട്ട് ചെങ്ങായി ആ ഒരു മൊമെൻറ്റ് അതിങ്ങനെ എന്തൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ആ ഒരു സാഹചര്യത്തിൽ കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ചിത്രവും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. പിന്നെന്തായാലും അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കുപ്പായം അവസാനമായിട്ട് ധരിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് FA കപ്പ് കിരീടം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിന്നറാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നിട്ടും അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോം അത്ര മികച്ചൊന്നുമല്ല, അവർ വിചാരിച്ച രീതിയിലൊന്നുമല്ല കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ 2 ട്രോഫികൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറബാവ് കപ്പ് കിരീടവും ഒരു FA കപ്പ് കിരീടവും. അപ്പോൾ അത്തരത്തിൽ വിന്നർമാരെവിടെ പോയി കഴിഞ്ഞാലും ജയിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ളൊരു വിന്നർ തന്നെയായിരുന്നു റാഫേൽ വരാൻ. പിന്നെ 17ാമത്തെ വയസ്സിലാണ് ചങ്ങായി സീനിയർ ഡെബ്യൂ നടത്തുന്നത്. ലോൺസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റായിരുന്നു, യൂത്ത് പ്രൊഡക്റ്റായിരുന്നു. അങ്ങനെ ലോൺസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സീനിയർ ഡെബ്യൂ നടത്തുന്നത്. ലീഗയിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി സ്കൗട്ടുകൾ അദ്ദേഹം പന്ത് തട്ടി തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ സ്കൗട്ടുകൾ അദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ താല്പര്യമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും ക്ലബ്ബുകൾ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനായിട്ട് പുറകിലുണ്ടായിരുന്നു. പക്ഷേ 18ാമത്തെ വയസ്സിൽ റയൽ മാഡ്രിഡ് 2011 ചെങ്ങായിനെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതായത് വെറും 10 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ആ ഒരു അവസരത്തിൽ റാഫേൽ വരാനെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തത്. ആ ഒരു സിഗ്നേച്ചറിൻ്റെ പുറകിൽ സിനദിൻ സിദാൻ്റെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. സിനദിൻ സിദാനെ റയൽ മാഡ്രിഡ് ട്രെയിനിങ് ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് അദ്ദേഹം കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജോസെ മൊറീനോ ആയിരുന്നു അന്ന് റയലിൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്നു. ജോസെ മൊറീനോയുടെയും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സീസണിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജോസയുടെ കീഴിൽ. പക്ഷേ സെക്കൻഡ് സീസണിൽ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. 19ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്ന് 31 വയസ്സുണ്ടായിരുന്ന പെപ്പെ ടീമിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സെർജിയോ റാമോസുമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു അവസരത്തിൽ പെപ്പെ സ്വാഭാവികമായിട്ടും ഹാപ്പി ആയിരുന്നില്ല. ജോസെ മൊറീനോ അന്ന് പറഞ്ഞ ചില വാചകങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പെപ്പയെ സംബന്ധിച്ചോളം ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാഫേൽ വരാനാണ്. അപ്പോൾ ഈ റാഫേൽ വരാൻ 19 വയസ്സ് മാത്രമേ പറയുള്ളൂ. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ പെപ്പയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യങ് ഫുട്ബോളർ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് പിന്നെ അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഭവമല്ല. പക്ഷേ ഞാനൊരു ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്താണ് ഒരു യങ് ഫുട്ബോളറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തതാണെന്നുള്ളൊരു കാര്യം ജോസെ മൗറിനോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ജോസെ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം അത്തരത്തിലൊരു ക്വാളിറ്റിയുള്ള പ്ലെയറിനെ അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. പക്ഷേ പെപ്പയെ സംബന്ധിച്ചോളം അദ്ദേഹം വീണ്ടും ആ ഒരു ലൈനപ്പിലേക്ക് തിരിച്ചു വരുന്നൊരു സാഹചര്യം കണ്ടു. കാരണം പെപ്പെ ഒരു ഫൈറ്ററാണ്, അത് വേറെ കാര്യം. മാത്രമല്ല അസാധ്യ ലോഞ്ചവിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ പെപ്പയും വിരമിച്ചിരിക്കുകയാണ്. പെപ്പെ വിരമിച്ചിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ വരാൻ്റെ ഈ ഒരു വിരമിക്കൽ വാർത്ത വരുന്നൊരു അവസരത്തിൽ. പക്ഷേ എന്താണ്, പെപ്പയുടെ കരിയർ ഒരു ഭീകരമായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു കരിയറായിരുന്നു. ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം വീണ്ടും സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ റാഫേൽ വരാനെ സംബന്ധിച്ചിടത്തോളം 31-ാമത്തെ വയസ്സിൽ പരിപാടി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. ഇഞ്ചുറീസ് തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതിൽ എന്താണ്, ഈ 2012-13 സീസണിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ റയൽ മാഡ്രിഡിൻ്റെ സമയത്തുള്ള ഇഞ്ചുറി അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാണ് 4 to 6 വീക്സിനുള്ളിൽ തിരിച്ചു വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിങ്ങനെ നീണ്ടുപോകുന്ന ഒരവസരം കണ്ടു. അത് തുടക്കം മാത്രമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓരോ സീസണുകളിലും അദ്ദേഹം ഒരുപാട് മത്സരങ്ങൾ മിസ്സാകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ സീസൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സീസൺ 2017-18 സീസണാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ഒരു സമയത്ത് തന്നെയാണ് റാഫേൽ വരാൻ്റെ കരിയറിൽ ഏറ്റവും കുറവ് മത്സരങ്ങൾ ഇഞ്ചുറി മൂലം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കുറേ കൂടി ഹെൽത്തി ആയിട്ടിരുന്നിട്ടുള്ള ഒരു വർഷമായിരുന്നു വരാനെ സംബന്ധിച്ചിടത്തോളം. അന്ന് ആകെ 7 മത്സരങ്ങൾ മാത്രമേ ചെങ്ങായി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇഞ്ചുറീസ് കാരണം. അപ്പോൾ ഈ 17-18 സീസണിൽ അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു, ക്ലബ് വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെയോ ഫ്രാൻസിൻ്റെ കുപ്പായത്തിൽ ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടു. ദിദിയർ ദഷോംസിൻ്റെ കീഴിൽ ദിദിയർ ദഷോംസിൻ്റെ ഒരു പ്രതിരോധത്തിലെ മെയിൻ മാനായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ മിനിറ്റും ഫ്രാൻസിന് വേണ്ടിയിട്ട് ആ വേൾഡ് കപ്പിൽ റാഫേൽ വരാൻ കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താണ്, പിന്നെ ഗ്രൂപ്പിൽ ആദ്യത്തെ മത്സരത്തിലും ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെയുള്ള ആ ഒരു 4-2 എന്നുള്ള സ്കോർ ലൈനിലെ വിജയത്തിലും റാഫേൽ വരാൻ ആ പ്രതിരോധ നിരയിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നു. ഇതിനിടയിൽ 2018 മുമ്പുള്ള കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു 2016 യൂറോ അതിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചുറി കാരണം. 2016 സമയത്തുള്ള തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചുറി കാരണം. അത്തരത്തിൽ എന്താണ്, ഇഞ്ചുറീസ് ചെങ്ങായിനെ ഇടങ്ങറാക്കിയിട്ടുണ്ട്. മസ്കുലാർ പ്രശ്നങ്ങൾ, ഗ്രോയിൻ പ്രശ്നങ്ങൾ, ഹാംസ്ട്രിങ് ഇഷ്യൂസ്, നീ ഇഷ്യൂസ് എന്ന് വേണ്ട പല തരം ഇഞ്ചുറീസും അദ്ദേഹത്തിന് അലട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് ഒരു ഫൈറ്ററായിരുന്നു, ഒരു വാരിയറായിരുന്നു. കാരണം ഇത് എളുപ്പമല്ല ഇങ്ങനെ നിരന്തരം ഇഞ്ചുറീസ് പറ്റിയിട്ടായിരുന്നു തിരിച്ചു വന്നിട്ട് വീണ്ടും ക്ലാസ് പെർഫോമൻസ് കാഴ്ചവെക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. ഈ റീഹാബ് എന്ന് പറയുന്ന പരിപാടി ഭയങ്കര ചൊറ പിടിച്ച പരിപാടിയാണ്. ശരിയാണ്, ഇവർ പ്രൊഫഷണൽ ഫുട്ബോളേഴ്സാണ്, അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, ഒരുപാട് ആളുകൾ അവരെ ശുശ്രൂഷിക്കാനുണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മുടെ ബോഡിയല്ലേ, നമ്മൾ തന്നെ അതിനായിട്ട് പ്രയത്നിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഭീകരമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ നീ ഇഞ്ചുറി അല്ലെങ്കിൽ ACL ഇഞ്ചുറിയോ ഏതെങ്കിലും ലിഗമെൻ്റ് ഇഞ്ചുറിയോ പറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഭയങ്കര ചൊറോടിച്ച പരിപാടിയാണ്. മാത്രമല്ല ആ സമയത്തുള്ളൊരു ഡിപ്രഷൻ ഉണ്ട്. നമ്മൾ കണ്ടം കളിക്കാരാണ്, വെറുതെ കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാൽ പോലും ഫുട്ബോളിനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം ഉണ്ടെങ്കിൽ, മുഹബത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിക്കും കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള പല മാനസിക സംഘർഷങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. പിന്നെ അവർക്കും അവരുടെ കരിയറിനെ കുറിച്ചും ആലോചനയൊക്കെ വരില്ലേ, അങ്ങനത്തെ പല സംഭവങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ റീഹാബും ഭയങ്കര ബുദ്ധിമുട്ട് സംഭവിക്കും. അപ്പോൾ എന്നിട്ട് എന്താണ്, ഇതൊരു സൈക്കിൾ പോലെ വീണ്ടും കളിക്കും, വീണ്ടും ഇഞ്ചുറി പറ്റും, വീണ്ടും റീഹാബ്, വീണ്ടും ഇതേ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലും കടന്നു പോകണം, വീണ്ടും തിരിച്ചു വരണം. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അവസാനം വരാൻ തീരുമാനിച്ചു ഇനി അതിലൂടെ കടന്നു പോകാൻ താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, കരിയറിൽ ഒരുപാട് ചാലഞ്ചസ് നേരിട്ടിട്ടുണ്ട്. ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്ട്രോങ് ആയി തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹമുള്ളത്. ജസ്റ്റ് എന്താണ്, തൂങ്ങി നിൽക്കാൻ താല്പര്യമില്ല. ഭയങ്കര കറേജ് വേണം ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ, ഹൃദയത്തെ കേൾക്കാൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. ഒരുപാട് തവണ ഞാൻ
വീണിട്ടുണ്ട്, വീണെടുത്ത് നിന്ന് ഉയർത്തി എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാണ് ബൂട്ട് അഴിച്ചു വെക്കാനുള്ള ശരിയായിട്ടുള്ള സമയം എന്നാണ് എൻ്റെ ഹൃദയം പറയുന്നത്. വെംബ്ലിയിൽ ട്രോഫി അടിച്ചിട്ടുള്ളതായിരിക്കട്ടെ എൻ്റെ അവസാനത്തെ മത്സരം. അതിനുശേഷം അദ്ദേഹം കോമക്ക് വേണ്ടിയിട്ട് 23 മിനിറ്റ് കളിച്ചു. പക്ഷേ എന്നാൽ പോലും ആ ഒരു ഓർമ്മയിൽ അദ്ദേഹം പരിപാടി നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി കോമോയുടെ ആ ഒരു കോച്ചിങ് സെറ്റപ്പിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പോൾ അതും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡെഷോംസ് തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ യങ് ഫുട്ബോളർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ പിച്ചും ഓഫ് ദ പിച്ചും ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ റാഫേൽ വരാൻ്റെ മറ്റു ചില വാചകങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, എൻ്റെ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടും രാജ്യത്തിന് വേണ്ടിയിട്ടും ടീംമേറ്റ്സുകൾക്ക് വേണ്ടിയിട്ടും ഫൈറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര പ്രൗഡി ഉണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കളിച്ച എല്ലാ ടീമിൻ്റെ സപ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ടും ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ലോൺസ് മുതൽ മാഡ്രിഡ് മുതൽ മാഞ്ചസ്റ്റർ വരെ, അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ, അങ്ങനെ എല്ലാ ബാഡ്ജിന് വേണ്ടിയിട്ടും പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ള എല്ലാ ബാഡ്ജിനെയും പുള്ളിക്കാരൻ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രൗഡിയോടുകൂടി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ഒരു സഞ്ചാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ മിനിറ്റുകളും ചങ്ങായി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു റിട്ടയർമെൻറ്റ് സമയത്തുള്ള വാചകങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുന്ദരമായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 17-ാമത്തെ വയസ്സിൽ ലോൺസിന് വേണ്ടിയിട്ട് കളിക്കുന്നു. 31-ാമത്തെ വയസ്സിൽ കോമക്ക് വേണ്ടിയിട്ട് 23 മിനിറ്റ്സ് കളിച്ചിട്ടാണ് പരിപാടി നിർത്തുന്നത്. ഈ ഒരു കാലയളവിൽ 22 കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ 4 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്, 4 ക്ലബ് വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്, 3 തവണ ലാ ലീഗ വിന്നറായിട്ടുണ്ട്, 3 യുവേഫ സൂപ്പർ കപ്പ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്, 1 തവണ നാഷൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്, FA കപ്പ് വിന്നറാണ്, കർബാവ് കപ്പ് വിന്നറാണ്, കോപ്പ ഡെൽ റേ വിന്നറാണ്, സ്പാനിഷ് സൂപ്പർ കപ്പ് വിന്നറാണ്. ഇതോടൊപ്പം 93 തവണ ഫ്രാൻസിൻ്റെ കുപ്പായം ധരിച്ചിട്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എന്നുള്ളതാണ്. അതിൽ വേൾഡ് കപ്പ് കിരീടവും അദ്ദേഹം സ്വന്തമാക്കി. അപ്പോൾ ഇല്ലസ്ട്രിയസ് കരിയർ തന്നെയാണ്. ഒരുപാട് മെമ്മറബിൾ മൊമെൻറ്റ്സ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചോളം ഈ 31-ാമത്തെ വയസ്സിൽ വിരമിക്കുമ്പോഴും റിഗ്രറ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. സ്വാഭാവികമായിട്ടും കുറേ കൂടി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനുണ്ടായിരിക്കും. പക്ഷേ എന്താണ്, ആ കരിയറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കരിയറിൽ എന്തൊക്കെയാണ് ചങ്ങായി ചെയ്തതെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ എല്ലാ രാത്രിയും ഉറങ്ങുമെന്നുള്ളതിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സംതൃപ്തിയോട് കൂടിയിട്ട് ഉറങ്ങാൻ പറ്റും. കുറേ കൂടി കളിക്കണമല്ലോ എന്നുള്ളൊരു ഒരു വിഷമം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ബാക്കി ട്രോഫികളൊക്കെ കിടിലായിട്ട് അടിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിൻ്റെ കുപ്പായം ധരിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡ് കുപ്പായം ധരിക്കാമെന്ന് മാത്രമല്ല, ആ ഒരു 3 പീറ്റൊക്കെ അടിക്കുമ്പോൾ ചെങ്ങായി അവിടെ ഉണ്ട്. അതൊക്കെ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ, ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ അത് കിടിലായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ 2021 അദ്ദേഹം റയൽ മാഡ്രിഡ് വിട്ടിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 10 വർഷക്കാലം അദ്ദേഹം റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അനവധി മൊമെൻറ്റുകൾ അദ്ദേഹം അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സുന്ദരമായിട്ടുള്ള മൊമെൻറ്റ്സ്. ഡിഫൻസിൽ അദ്ദേഹത്തിൻ്റെ ടാക്കിളുകളാണെങ്കിലും ക്ലിയറൻസുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ റിക്കവറി റൺസ് ആണെങ്കിലും എല്ലാം കിടലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അസൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പ്ലെയറായിരുന്നു. അങ്ങനെ 10 വർഷം അവിടെ കളിച്ചിട്ട് അദ്ദേഹം 40 മില്യൺ യൂറോസിൻ്റെ ഡീലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാണ്. അതായത് റയൽ മാഡ്രിഡ് യൂറോപ്പിലെ രാജാക്കന്മാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം ഇതാണ്. അവിടെ നിന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നിലേക്ക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അദ്ദേഹം എത്തുന്ന സാഹചര്യത്തിൽ അവിടെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒലെ ഗുനാർ സോൾഷാർ പോയിട്ട് അവിടെ റാൽഫ് റാഗ്നിക്ക് വരുന്നൊരു സാഹചര്യം, അത്തരത്തിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. പിന്നെയാണ് എറിക് ടെൻ ഹാഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചതാണ്. ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം ഇഞ്ചുറി മൂലം അവിടെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതാണ് വിന്നർമാർ എവിടെ പോയി കഴിഞ്ഞാലും അവരൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായിട്ടുള്ളൊരു റീയൂണിയൻ നമുക്കവിടെ കാണാൻ സാധിച്ചു. അതും സുന്ദരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 95 മത്സരങ്ങളാണ് 3 സീസണുകളായിട്ട് കളിച്ചിട്ടുള്ളത്. അതിൽ 48 മത്സരങ്ങൾ മിസ് ചെയ്തു ഇഞ്ചുറീസ് കാരണം. പിന്നെന്താണ്, ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള സമയത്തും ഗ്രോയിൻ, ഹാംസ്ട്രിങ്, സോഫ്റ്റ് ഇഷ്യൂസ് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ അഗെയിൻ പാപ്പ പെരസ് എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു പ്രസിഡൻറ്റ് അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന് എപ്പോഴാണ് ഒരു പ്ലെയറിനെ വിട്ട് കളയേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ട്. 10 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ഈ ചങ്ങായിനെ 10 വർഷം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 10 വർഷത്തിന് ശേഷം 40 മില്യൺ യൂറോസിന് വിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബിസിനസ് മോഡൽ ഈ ചങ്ങായി കൃത്യമായിട്ട് അറിയാം. ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പെരസിനെ സംബന്ധിച്ചിടത്തോളം ഈ റാഫേൽ വരാൻ എന്നേ ഇപ്പോൾ കളി തുടങ്ങിയത് ഞാനത് ആലോചിക്കുന്നത്.
അതായത് ഒരു യങ് ഫുട്ബോളർ വരുന്നു എന്നുള്ളത് ഇപ്പോഴും പിന്നെ സിദാനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ചെങ്ങായി വിരമിച്ചിരിക്കുകയാണ്. ഇനി എത്ര പേര് വിരമിക്കാനുണ്ടല്ലേ. സാഡാണ്. ഇതാണ് ഫുട്ബോളിൻ്റെ രീതി. ഈ ഒരു അവസരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ കൂടി നടക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് റാഫേൽ വരാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെ, അതായത് ഈ മത്സരങ്ങൾ കൂടുന്ന കാര്യത്തെക്കുറിച്ചിട്ട്. അദ്ദേഹം അന്ന് പറഞ്ഞ വാചകങ്ങളിൽ കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മത്സരങ്ങളുണ്ട്, ടു മെനി ഗെയിംസ് ആണ്, സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓവർ ക്രൗഡഡ് ആണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേയേഴ്സിനെ സംബന്ധിച്ചോളം ഇത് ഫിസിക്കലിയും മെൻ്റലിയും അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണെന്നുള്ള അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഡെയിലി ചെയ്യുന്നത്, അത് പിന്നെ അതിൽ ഞാൻ പ്രിവിലേജ്ഡ് ആണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് ഗെയിമുകൾ ആഡ് ചെയ്യുന്നതോടുകൂടിയിട്ട് അത് ഈ ഗെയിമിനെ തന്നെ ഡാമേജ് ചെയ്യുന്നൊരു സംഭവമാണെന്നുള്ള അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആലോചിച്ച് നോക്കിയേ, എത്ര കളികളാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാ കളികളും ട്രാക്ക് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കളികൾ, ഡെയിലി മത്സരം നടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട സാഹചര്യം വരും. നമുക്കറിയാം അവന്മാർ ഭയങ്കര പൈസ മേടിക്കുന്നുണ്ട്, multi-million pound മേടിച്ച് പോക്കറ്റിലിടുന്ന ആളുകളാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല, ഭയങ്കര പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇത് മൊത്തത്തിൽ ഗെയിമിനെ കില്ല് ചെയ്യുന്ന തരത്തിലൊരു പരിപാടിയായിട്ടാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇതൊരു ഓവർഡോസാണ്. എത്ര കളികളാണ്, ഒരുപാട് കളികൾ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോമാറ്റ് മാറ്റുന്നു, യൂറോപ്പ ലീഗിൻ്റെ ഫോമാറ്റ് മാറ്റുന്നു, പിന്നെ നാഷൻസ് ലീഗ്, മറ്റത് മറിച്ചത്, എത്ര കളികളാണ്. എവറി 3 days ഈ ഫുട്ബോളേഴ്സ് കളിക്കുകയാണ്, അവർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഗെയിമിൻ്റെ ക്വാളിറ്റി പിന്നെ കുറഞ്ഞു പോകും. ബിഗ് സ്ക്വാഡുള്ള ടീമുകളൊക്കെ ചിലപ്പോൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരിക്കും. പക്ഷേ സ്റ്റിൽ എന്താണ്, നമുക്ക് ക്വാളിറ്റി ഫുട്ബോൾ കാണണ്ടേ. അപ്പോൾ ഇത് ക്വാളിറ്റിയെ ബാധിക്കും. കാരണം ഈ പ്ലേയേഴ്സിൻ്റെ ടോപ്പ് ലെവലിൽ അവർക്ക് കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്ഥിതി വരും. അങ്ങനെ ടോപ്പ് ലെവലിൽ കളിക്കാത്ത സാഹചര്യത്തിൽ എന്താണ്, നമുക്ക് ടോപ്പ് ക്വാളിറ്റി ഫുട്ബോളും കാണാൻ പറ്റാത്തൊരു അവസരം വരും. പിന്നെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പ്ലേയേഴ്സിൻ്റെ കരിയറിനെ ഇത് ബാധിക്കും. കാരണം ഇഞ്ചുറീസ് കൂടുതൽ വരും. ഇപ്പോൾ റോഡ്രിക്ക് ACL വന്നിരിക്കുകയാണ്, ടെർ സ്റ്റെഗന് പറ്റിയിരിക്കുകയാണ്. ഇനി ഇതിങ്ങനെ കൂടും, ഇനിയും ഒരുപാട് പ്ലേയേഴ്സിന് ഇത്തരത്തിൽ ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. കാരണം അത്തരത്തിൽ ഒരുപാട് കളികളാണ് ഇവർ റെസ്റ്റ് ഇല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷനൊക്കെ സംബന്ധിച്ചോളം പൈസ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം. കാരണം ഇവർ കളിച്ചാലാണ് ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇവർക്കും ഓർഗനൈസേഷനും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ബ്രോഡ്കാസ്റ്റേഴ്സിനും എല്ലാവർക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ബിഗ് ബിസിനസ്സാണ്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ബിസിനസ്സാണ്. എന്നാൽ പോലും ഇത് വരാൻ പറഞ്ഞ പോലെ ഗെയിമിനെ കില്ല് ചെയ്യുന്ന തരത്തിലൊരു പരിപാടിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിനി ഏർലി റിട്ടയർമെൻറ്റുകൾ വേറെയും പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ടോണി ക്രോസൊക്കെ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തി. പക്ഷേ റാഫേൽ വരാനെ സംബന്ധിച്ചിടത്തോളം ഫോഴ്സ്ഡ് ആയിട്ടാണ് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ളത്. ഇഡൻ ഹസാർഡ് ഇഞ്ചുറീസ്, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പരിപ്പിളൊക്കെ നമ്മൾ കണ്ടു. ഇനി ആരൊക്കെയാണാവോ ആ ലിസ്റ്റിൽ വരാൻ പോകുന്നത്, പേടിയുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്തായാലും ഇതാണ് റാഫേൽ വരാൻ്റെ പുതിയ ദൗത്യങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കോച്ചായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കണ്ടറിയാം. കോമോയിൽ അദ്ദേഹം ഉണ്ടാകും. മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.